ദില്ലി കർത്തവ്യപഥിൽ രാവിലെ 10:30 റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിക്കും. പരേഡിൽ രാഷ്ട്രപതി സല്യൂട്ട് സ്വീകരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എത്തുന്ന ആദ്യ റിപ്പബ്ലിക് ദിന പരേഡിൽ രാജ്യം ഇന്നുവരെ കരസ്ഥമാക്കിയ സൈനിക നേട്ടങ്ങളും പുത്തൻ ആയുധങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രദർശിപ്പിക്കും. യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ് ഇത്തവണ വിശിഷ്ടാതിഥികൾ. YS അഭിനന്ദ് ചേരുന്നു ദില്ലിയിൽ നിന്ന് വിശേഷങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 77ാം റിപ്പബ്ലിക് ദിന ആഘോഷ നിറവിലാണ് രാജ്യമുള്ളത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കർത്തവ്യപഥിലെ ആ വർണ്ണാഭമായ പരേഡിന് വേണ്ടിയിട്ടാണ്. വർണ്ണാഭമായ പരേഡ് എന്നതിനപ്പുറം രാജ്യത്തിന്റെ സൈനിക കരുത്ത് പ്രദർശിപ്പിക്കുന്ന പരേഡായി അത് മാറും. ആര്യ 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്കായി അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം. 10:30 വിജയ് ചൌക്കിൽ നിന്നും റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാകുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള റിപ്പബ്ലിക് ദിന പരേഡ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വന്ദേമാതരത്തിന് 75 വർഷം പൂർത്തിയാക്കുന്നു എന്നതും ഈ തവണത്തെ പ്രമേയമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും വന്ദേമാതരത്തിന്റെ 75 വർഷത്തിന്റെ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. വന്ദേമാതരം മറ്റ് ഭാഷകളിലേക്ക് കൂടി പരിഭാഷപ്പെടുത്തി. കർത്തവ്യപഥിലായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുക. രാവിലെ 10:30 വിജയ് ചൌക്കിൽ പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ കര, വ്യോമ, നാവികസേനാ മേധാവിമാരും സംയുക്ത സേനാ മേധാവിമാരും ഒരുമിച്ചെത്തി പുഷ്പചക്രം സമർപ്പിക്കുന്നതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാകുക. പിന്നീട് രാഷ്ട്രപതി അവിടെ എത്തി സല്യൂട്ട് സ്വീകരിക്കും. പിന്നീട് കർത്തവ്യപഥിലായിരിക്കും ഈ റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുക. പരേഡിനെ സംബന്ധിച്ചോളം ഇത്തവണ പൂർണ്ണമായിട്ടും സൈനിക ശക്തികൾ വിളിച്ചോതുന്ന രീതിയിലുള്ള ടാബ്ലോകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ റാഫേൽ വിമാനങ്ങൾ ഒക്കെ ആ പരേഡിന്റെ ഭാഗമാകും. ഏറ്റവും വലിയ അഭിമാനകരമായ നേട്ടം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം കേരളത്തിന്റെ ടാബ്ലോ 2 വർഷത്തിന് ശേഷം ഉണ്ടാകുന്നു എന്നതാണ്. കേരളത്തിന്റെ ടാബ്ലോയുടെ ഇത്തവണത്തെ പ്രമേയം എന്നത് കൊച്ചി മെട്രോയും ഡിജിറ്റൽ സാക്ഷരതയുമാണ്. കഴിഞ്ഞ ദിവസം ആ ടാബ്ലോയുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചതാണ്. ഒപ്പം തന്നെ കേരളത്തിന് അഭിമാനകരമായ മറ്റൊരു നേട്ടമുള്ളത് കാണികൾക്കായി പ്രത്യേകം സജ്ജമാക്കിയ ഗാലറിക്ക് പെരിയാർ നദിയുടെ പേർ കൂടി ഉണ്ട് എന്നാണ്. നദികളോടുള്ള ആദര സൂചകമായിട്ട് ഓരോ ഗാലറികൾക്കും രാജ്യത്തിലുടനീളം ഒഴുകുന്ന നദികളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വർണ്ണാഭമായ ഒരു പരേഡിനായിരിക്കും രാവിലെ 10:30 വിജയ് ചൌക്കിൽ തുടക്കമാകുക. അതിനുശേഷം 10:30 അത് കർത്തവ്യപഥിലെത്തും. ലാൽ ബഹദൂർ ശാസ്ത്രി മാർഗ്, ഒപ്പം തന്നെ കസ്തൂർബ ഗാന്ധി മാർഗ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ ആയിരിക്കും ഈ പരേഡ് കടന്നു പോകുക. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വലിയ സുരക്ഷയിലായിരുന്നു ദില്ലി നഗരം ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആ സുരക്ഷ അങ്ങനെ തുടരുകയാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ പൂർണ്ണമായിട്ടും വാഹനങ്ങളൊക്കെ തന്നെ തടസ്സപ്പെടുത്തി ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഡൽഹി നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും റിപ്പബ്ലിക് ദിന പരേഡ് രാവിലെ 10:30 ആരംഭിക്കുന്നതോടുകൂടി 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമാകും. സംസ്ഥാനത്തും ഉടനീളവും അത്തരത്തിലേക്ക് ആഘോഷങ്ങൾ ഉണ്ടാകും. ഓക്കെ അഭിനന്ദ്, റിപ്പബ്ലിക് ദിനത്തിൽ കനത്ത സുരക്ഷയിലാണ് രാജ്യം. ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. അന്താരാഷ്ട്ര അതിർത്തിയിൽ ഭീകരനെ വധിക്കുകയും ചെയ്തു. ജമ്മുകാശ്മീരിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദില്ലി അടക്കം രാജ്യത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അതീവ ജാഗ്രതയിലാണ്. YS അഭിനന്ദ് തുടരുന്നുണ്ട്. അഭിനന്ദ്, ചെങ്കോട്ട സ്ഫോടനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ സുരക്ഷയാണ് രാജ്യ തലസ്ഥാനത്തടക്കം ഒരുക്കിയിരിക്കുന്നത്. എന്തൊക്കെ നിയന്ത്രണങ്ങൾ, സജ്ജീകരണങ്ങൾ, വിവരങ്ങൾ? ചെങ്കോട്ട സ്ഫോടനത്തിനും ഒപ്പം തന്നെ ഡൽഹി സ്ഫോടനത്തിന് ശേഷമുള്ള റിപ്പബ്ലിക് ദിനം എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വാഹനങ്ങളൊക്കെ പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടും ഒപ്പം തന്നെ 2 ദിവസം മുമ്പ് ഏതൊക്കെ രീതിയിലുള്ള ഗതാഗത നിരോധനമാണ് ഉണ്ടാകുന്നതെന്ന് പൊതുജനങ്ങൾക്കടക്കം സർക്കുലർ നൽകിക്കൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത മഞ്ഞുവീഴ്ച ഭീഷണിയുണ്ട്. ഈ മഞ്ഞുവീഴ്ച ഭീഷണി മുതലെടുത്തുകൊണ്ട് കൂടുതൽ ഭീകർ ഈ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള സാധ്യത കണക്കിലെടുത്ത് BSF അടക്കം വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജമ്മു കാശ്മീർ ഇന്നലെ ഒരു ഭീകരൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് പൂർണ്ണമായിട്ടും അതിനെ ചെറുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഒപ്പം തന്നെ പലയിടത്തും ഒരു ഭീകരൻ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ശക്തമായ നടപടി സ്വീകരിക്കാൻ സാധിച്ചതായിട്ട് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കടുത്ത നിയന്ത്രണത്തിലാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനം ഉള്ളത്. ഇപ്പം നമ്മൾ രാവിലെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ നമുക്ക് വാഹനം ഉണ്ടായിരുന്നു. ഇനി 7 മണിക്ക് ശേഷം പൂർണ്ണമായിട്ടും വാഹനം തടസ്സപ്പെടുത്താനുള്ള നീക്കത്തിലേക്കാണ് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. കാരണം ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ, ചെങ്കോട്ട സ്ഫോടനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കടുത്ത ഭീഷണി നേരിടുന്നതായിട്ടുള്ള റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത്. ഒരുക്കങ്ങൾക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നത്. ആര്യ,
യെസ്, റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി കനത്ത സുരക്ഷാ വലയത്തിലാണ് രാജ്യം. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.